വെൽക്കം ടു മൈ ചാനൽ. ഐ എം സുബി. ഇന്നത്തെ എൻ്റെ ക്രോഷ്യ പ്രോജക്റ്റ് സാൻസവേരിയ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഞാനൊരു 5 ലീഫ് ഇവിടെ ചെയ്തിട്ടുണ്ട്. 2 സ്മോൾ സൈസ്, 2 മീഡിയം സൈസ്, പിന്നെ ഒരു ബിഗ് ലീഫാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിന് സാധാരണ മിൽക്ക് കോട്ടൺ ഞാനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 2 കളറ്, ഒരു 2.75 mm ഹുക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സ്മോൾ ലീഫ് ആദ്യം ചെയ്യാം. 2.75 mm ഹുക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം സാധാരണ മിൽക്ക് കോട്ടൺ യാണാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രീൻ കളറ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കാം. ദെൻ 23 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. നമുക്ക് 23 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വയർ ആഡ് ചെയ്യാം കേട്ടോ. ചെറിയൊരു തിന്നായിട്ടുള്ള വയറാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ചെയിനിൻ്റെ ഉള്ളിൽ കൂടെ കുറച്ച് നീളത്തിൽ തന്നെ വെച്ചേക്കാം. ടൈറ്റ് ചെയ്ത് പിടിക്കാം. ഇനി നമുക്ക് വയറ് കൂട്ടി വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ നമുക്ക് സ്കിപ്പ് ചെയ്യാം. രണ്ടാമത്തെ സ്റ്റിച്ച് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് 5 സിംഗിൾ ക്രോഷയാണ് ചെയ്യാനുള്ളത്. 1 2 3 4 5. ഓക്കെ, ഇനി നമുക്ക് 5 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. 1 2 3 4 5. ഇനി നമുക്ക് 3 ഡബിൾ ക്രോഷ്യ ചെയ്യാം. 1 2 3. ഇനി നമുക്ക് ഒരു ഡബിൾ ക്രോഷ്യ ഇൻക്രീസ്. ഒരു ഡബിൾ ക്രോഷ്യ ഇൻക്രീസ് ചെയ്യാം. വീണ്ടും 3 ഡബിൾ ക്രോഷ്യേസുകൾ ചെയ്യാം. 1 2 3. ഇനി നമുക്ക് ഹാഫ് ഡബിൾ ക്രോഷ്യ രണ്ടെണ്ണം. ഇനി നമുക്ക് 2 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. അപ്പോൾ
ഇനി ലാസ്റ്റ് ഒരു സ്റ്റിച്ചും കൂടെ ഉണ്ട്. അതിനകത്ത് ഒരു സിംഗിൾ ക്രോഷേ, ചെയിൻ 1, ഒരു സിംഗിൾ ക്രോഷേ കൂടെ ചെയ്യാം. പിടിച്ച് ഈ ടെയിലിനെ നമുക്ക് ബാക്കിലോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് സിംഗിൾ ക്രോഷേ കംപ്ലീറ്റ് ആക്കാം. സോ അത് സെക്യൂർഡ് ആക്കി. ഇനി ഇപ്പുറത്ത് ചെയ്ത അതേപോലെ തന്നെയാണ് നമുക്ക് റിവേഴ്സിൽ ചെയ്ത് പോകേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് 2 സിംഗിൾ ക്രോഷേ, നമുക്ക് ഇത് കട്ട് ചെയ്ത് കളയാം. ഇത്രയും വരെ ഇരുന്നില്ലേ, ഇനി അത് അഴിഞ്ഞൊന്നും പോവില്ല കേട്ടോ. ഇനി ഒരു ഡബിൾ ക്രോഷേ ഇൻക്രീസ് ചെയ്യാം. ഇനി വീണ്ടും 3 ഡബിൾ ക്രോഷേ, ഒരു ഹാഫ് ഡബിൾ ക്രോഷേ, ഇനി യെല്ലോ കളറാണ് ആഡ് ചെയ്യുന്നത്. ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് സെയിം സ്റ്റിച്ചിൽ കൂടെ തന്നെ നമുക്ക് ഒരു സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഗ്രീൻ കളർ യാണിനെ കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഈ അറ്റത്ത് ലാസ്റ്റ് വരുന്ന ഈ സ്റ്റിച്ച് ഒഴിച്ച് ഇവിടെ വരെ നമുക്ക് 22 സ്റ്റിച്ചസ് ഉണ്ടായിരിക്കും. എല്ലാത്തിലും നമുക്ക് സിംഗിൾ ക്രോഷേസുകൾ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ലാസ്റ്റ് എത്തിയിട്ട് ഒരു സൈഡ് നമ്മൾ ഫുള്ള് സിംഗിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് സ്റ്റിച്ചാണ് ഇവിടെ ഉള്ളത്. അതിനകത്തൂടെ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുന്നു. സിംഗിൾ ക്രോഷേ, 1 മോർ സിംഗിൾ ക്രോഷേ, ചെയിൻ സ്റ്റിച്ച്, ഫ്രണ്ട് ലൂപ്പ്, പീകോട്ട് സ്ലിപ്പ് സ്ലിച്ച്, again 1 more single crochet. അപ്പം നമുക്കിനി ഇവിടെ ഒരു ഷാർപ്പായിട്ടുള്ള എൻഡ് കിട്ടും കേട്ടോ. ഇനി വീണ്ടും ഈ അറ്റം വരെ എല്ലാത്തിലും നമുക്ക് സിംഗിൾ ക്രോഷേസുകൾ തന്നെ ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് വരുമ്പോൾ നമുക്കൊന്ന് സ്ലിപ്പ് സ്ലിച്ച് ഇട്ട് കൊടുക്കാം. അപ്പം അറ്റത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് സ്ലിപ്പ് സ്റ്റിച്ചിൽ കൂടെ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് ഒരു സ്ലിപ്പ് സ്ലിച്ച് ഇടാം. ഓക്കെ, ദെൻ ഒരു ചെയിൻ സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് യാണിനെ കട്ട് ചെയ്യാം. ഇപ്പോൾ നമുക്കൊരു സ്മോൾ ലീഫ് ശരിയായിട്ടുണ്ട് കേട്ടോ.
നമുക്ക് ജസ്റ്റ് ഒന്ന് ചുറ്റി വയ്ക്കാം. ബിക്കോസ് നമുക്കിത് അറ്റം അത്ര ആവശ്യമില്ല, കാരണം ഇതിൻ്റെ ഇത് ഇവിടെ നിന്ന് മുതലാണ് ഒരു പ്ലാന്റിൽ നിൽക്കുക. നമുക്കിങ്ങനെ പ്രത്യേകിച്ച് ഒരു തണ്ടൊന്നും കാണത്തില്ല. പക്ഷെ നമുക്കിനി ഇതിനെ അഴിഞ്ഞൊന്നും പോരാതെ ഒന്ന് സെക്യൂർ ആക്കിയിട്ട് വെച്ചേക്കാം. ബാക്കിയുള്ള നൂലിനെ നമുക്ക് കട്ട് ചെയ്യാം. അപ്പം ഇതാണ് നമ്മുടെ സാൻസവേരിയയുടെ ഒരു ലീഫ്. ഇനി നമുക്ക് മീഡിയം ലീഫ് ചെയ്യാം. ഓക്കെ, അതിനുവേണ്ടി നമുക്ക് വീണ്ടും ഗ്രീൻ കളർ ഞാൻ എടുക്കുന്നു. സ്ലിപ്പ് നോട്ട് ഇത്തവണ നമുക്ക് 30 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ വയർ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് 6 സിംഗിൾ ക്രോഷേ ചെയ്യാം. നേരത്തെ നമ്മൾ 5 എണ്ണത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നത് അല്ലേ. ഇത് കുറച്ചുകൂടി വലിയ ലീഫാണല്ലോ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് 6 സിംഗിൾ ക്രോഷേയിൽ സ്റ്റാർട്ട് ചെയ്യാം. 1 2 3 4 5 6. അപ്പം 6 സിംഗിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 3 ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യാം. 1 2 3. ഇനി നമുക്ക് ഒരു ഡബിൾ ക്രോഷേ ഇൻക്രീസ്, ഡബിൾ ക്രോഷേ അല്ല ഹാഫ് ഡബിൾ ക്രോഷേയുടെ തന്നെ ഒരു ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. സോ ഒരു സെയിം സ്റ്റിച്ചിൽ തന്നെ 2 തവണ ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യുന്നു. പിന്നീട് ഒരു ഹാഫ് ഡബിൾ ക്രോഷേ നെക്സ്റ്റ് സ്റ്റിച്ചിൽ. ഓക്കെ, ഇനി നമുക്ക് 3 ഡബിൾ ക്രോഷേ ചെയ്യാം. 1 2 3. ഇനി നമുക്ക് ഡബിൾ ക്രോഷേ ഇൻക്രീസ് ചെയ്യാം. 2 സ്റ്റിച്ചിൽ ഓരോ ഡബിൾ ക്രോഷേ വീതം. ഇനി അടുത്ത സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷേ ഇൻക്രീസ്. ഇനി നമുക്ക് 5 സ്റ്റിച്ചിൽ ഡബിൾ ക്രോഷേ മാത്രം ചെയ്ത് കൊടുക്കാം. 1 2 3 4 5. അടുത്തതായിട്ട് 3 ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യാം. 1 2 3. ഇനി നമുക്ക് ഒരു സിംഗിൾ ക്രോഷേ. ഇനി നമുക്കൊരു സ്റ്റിച്ച് ഉണ്ട്, അതിനകത്ത് നമുക്ക് ഒരു സിംഗിൾ ക്രോഷേ ചെയ്യാം. ദെൻ ചെയിൻ 1 ചെയ്യാം, ഒരു സിംഗിൾ ക്രോഷേ കൂടെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ സമയത്ത് കമ്പിനെ നന്നായിട്ടൊക്കെ ഒന്ന് മടക്കി പിടിക്കുക.
അതിനുശേഷം നമ്മുടെ ഈ ടെയിലുണ്ടല്ലോ, ടെയിലിനെ നമുക്ക് മുകളിലോട്ട് വലിച്ചെടുക്കാം. വലിച്ചല്ല, അതിനെ ഒന്ന് മുകളിലേക്കാക്കി വെച്ചേക്കാം. എന്നിട്ട് സിംഗിൾ ക്രോഷേ കംപ്ലീറ്റ് ആക്കാം. ഇനി ഇവിടെ ചെയ്ത അതേപോലെ റിവേഴ്സിൽ നമുക്ക് ഇവിടം വരെ ചെയ്തു പോവാം. അറ്റം വരെ എത്തിയിട്ടുണ്ട്. ഇനി നേരത്തെ ചെയ്ത സെയിം പ്രോസസ്സ് തന്നെയാണ് നമുക്ക് ഇവിടെയും ചെയ്യാനുള്ളത്. ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ചിൽ കൂടെ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് ഒരു ഹാഫാക്കി നിർത്തുന്നു. ഇനി നമുക്ക് അടുത്ത കളറ് ചേഞ്ച് ചെയ്യാം. യെല്ലോ കളർ യാൺ തന്നെയാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് കേട്ടോ. ആദ്യം ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇനി ആ സെയിം സ്റ്റിച്ചിൽ കൂടെ തന്നെ നമുക്ക് ഒരു സിംഗിൾ ക്രോഷേ കൂടെ ചെയ്യാം. ഇനി നേരത്തെ ചെയ്ത സെയിം പ്രോസസ്സ് തന്നെയാണ്. നമുക്ക് ഇവിടെ നിന്ന് മുതൽ അറ്റം വരയ്ക്കും സിംഗിൾ ക്രോഷേ ചെയ്യാം. ഫൈനൽ ലാസ്റ്റ് വരുന്ന ടോപ്പിൽ വരുന്ന സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷേ, ചെയിൻ 1, ഫ്രണ്ട് ലൂപ്പ്, പിക്കോട്ട്, സ്ലിപ്പ് സ്ലിച്ച്, പിന്നെ ഒരു ചെയിൻ സിംഗിൾ ക്രോഷേ കൂടെ ചെയ്യാം. എന്നിട്ട് വീണ്ടും അറ്റം വരെ നമുക്ക് എന്ത് ചെയ്യാം, സിംഗിൾ ക്രോഷേ ചെയ്യാം. ലാസ്റ്റ് വരുമ്പം ഒരു സ്ലിപ്പ് സ്ലിച്ചും ഒരു ചെയിൻ സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. ഇനി ഞാനിത് വീണ്ടും കാണിക്കുന്നില്ല. സോ അടുത്ത ലീഫും കൂടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. സൈസ് ഡിഫറൻസ് ഉണ്ടോ, ഒന്ന് ചെറുത് വലുതാണ് വരുന്നത് കേട്ടോ. അപ്പോൾ 2 എണ്ണം ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടെ ഒരു വലുത് ചെയ്തെടുക്കാം കേട്ടോ, ഇച്ചിരി കൂടെ വലിപ്പമുള്ളത്. സോ അതിനുവേണ്ടി വീണ്ടും നമുക്ക് ഗ്രീൻ കളർ ഞാൻ എടുക്കുകയാണ്. ഞാനിവിടെ 40 ചെയിൻ സ്റ്റിച്ചാണിപ്പോൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇവിടെ ഇപ്പോൾ മഴ പെയ്യാണ്, സോ ഇത്തിരി ശബ്ദം കുറവാണ്. സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കുന്നു. 40 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ വയർ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റത്തെ നമുക്ക് സ്കിപ്പ് ചെയ്യാം. അതിന് ഞാനിവിടെ 7 സിംഗിൾ ക്രോഷയാണ് ചെയ്യുന്നത് കേട്ടോ. 1 2 3 4 5 6 7 സിംഗിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 4 ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യാം. 1 2 3 4 ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട്. ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ഇൻക്രീസ് ചെയ്യാം. ഒരു സ്റ്റിച്ചിൽ തന്നെ നമുക്ക് 2 തവണയാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ഹാഫ് ഡബിൾ ക്രോഷേ കൂടെ ചെയ്യാം. ഇനി നമുക്ക് ഇത്തിരി കട്ടിയായിട്ട് ചെയ്യാനുണ്ട്, പക്ഷേ ഇൻക്രീസ് ചെയ്യാം. ഈ ഒരു സെറ്റ് നമുക്ക് ഒരു 4 തവണ ചെയ്യാം. അതായത് ഇനി ഒരു 3 പ്രാവശ്യം കൂടിയും ഇതുപോലെ തന്നെ ചെയ്യാം. 3 ഡബിൾ ക്രോഷേ, ഒരു ഇൻക്രീസ്, അങ്ങനെ 4 ടൈംസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇവിടെ നിന്ന് വീണ്ടും ഒരു 4 ഡബിൾ ക്രോഷേ കൂടെ ചെയ്ത് കൊടുക്കാം. 1 2 3 4. ഇനി 2 ഹാഫ് ഡബിൾ ക്രോഷയും 2 സിംഗിൾ ക്രോഷേ കൂടെ ചെയ്യാം. രണ്ട് സിംഗിൾ ക്രോഷേ ചെയ്യാം.
ഇനി ലാസ്റ്റ് ഒരു സ്റ്റിച്ച് കൂടെ ഉണ്ട്. അതിനകത്ത് നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഒരു സിംഗിൾ ക്രോഷേ ചെയിൻ സ്റ്റിച്ച്, വീണ്ടും ഒരു സിംഗിൾ ക്രോഷേ സെയിമിൽ തന്നെ ചെയ്യാം കേട്ടോ. ലാസ്റ്റ് ഒരു സിംഗിൾ ക്രോഷേ ഉണ്ട്, അതിനകത്ത് ഒരു സിംഗിൾ ക്രോഷേ ചെയിൻ സ്റ്റിച്ച്, വീണ്ടും ഒരു സിംഗിൾ ക്രോഷേ കൂടെ ചെയ്യാം. അപ്പോൾ നമുക്കിതിനൊന്ന് ബാക്കിലോട്ട് വെച്ച് പിടിക്കാം. ഇനി ഇവിടെ ചെയ്ത അതേ പ്രോസസ്സ് തന്നെയാണ് റിവേഴ്സായിട്ട് നമുക്ക് ഇപ്പുറത്തെ സൈഡിലോട്ട് ചെയ്യാനുള്ളത്. അതിനുശേഷം കളറ് ചേഞ്ച് ചെയ്യാം. ഗ്രീൻ കളറിലുള്ളത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, അറ്റം വരെ എത്തിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഫസ്റ്റ് സ്റ്റിച്ചിൽ കൂടെ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് സ്റ്റിച്ച് ഇടണ്ട, അതിന് മുൻപ് ലൂപ്പിൽ നമുക്ക് കളറ് ചേഞ്ച് ചെയ്യാം. യെല്ലോ കളർ ഞാൻ എടുക്കുന്നു. ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ആ സെയിം സ്റ്റിച്ചിൽ കൂടെ തന്നെ നമുക്ക് ഒരു സിംഗിൾ ക്രോഷേ ചെയ്യാം. ഇനി അറ്റം വരെ നമുക്ക് സിംഗിൾ ക്രോഷേ ചെയ്യാം. വീണ്ടും ഈ ലാസ്റ്റ് വരുന്ന സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷേ, ഒരു ചെയിൻ സ്റ്റിച്ച്, പീക്കോട്ട് സ്ട്രിപ്പ് സ്റ്റിച്ച്, വീണ്ടും ഒരു സിംഗിൾ ക്രോഷേ ചെയ്യാം കേട്ടോ. നമുക്ക് യാൺ കട്ട് ചെയ്ത് പോവാം. ഞാനിവിടെ ഒരു 40 ചെയിൻ സ്റ്റിച്ചിലുള്ള ഒരു വലിയ ലീഫ് ചെയ്തിട്ടുണ്ട്. 30 സ്റ്റിച്ചിൽ വരുന്ന 2 മീഡിയം സൈസിലുള്ളത് ചെയ്തിട്ടുണ്ട്. പിന്നെ 23 ചെയ്തിട്ടുള്ള ഒരു 2 ചെറുതും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത്